അമ്മേ, എന്താണ് 2 ദിവസമായിട്ട് വീഡിയോ ഇടാത്തതെന്ന് കുറേ പേര് ചോദിച്ചു. ആ വീഡിയോ ഇടാത്തതേ എനിക്ക് ഒരു ചെറിയൊരു അപകടം പറ്റി. അപകടം ഒന്നല്ല, ഒരു പൊള്ളൽ പറ്റി. എന്താണെന്ന് പറഞ്ഞാല് ഞാൻ മധുരസേവ ഉണ്ടാക്കി. അപ്പോൾ ചെയ്യാറുള്ള പണിയാണ്, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ ചൂടെണ്ണയിലേക്ക് സേവനാഴിയിൽ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് കൈയൊക്കെ കുറച്ച് നല്ലോണം പൊള്ളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുമായിരിക്കും. കൈയുടെ ഇവിടം മുഴുവൻ പൊള്ളി, വിരൽ മുഴുവൻ പൊള്ളി, മൊത്തം പൊള്ളി, ഈ കൈയുടെ ഇവിടം പൊള്ളി, നെറ്റിയിൽ കുറച്ച് പൊള്ളി. അപ്പം അത്രയും പൊള്ളി. എന്നിട്ടെന്താ ഹോസ്പിറ്റലിൽ പോവാൻ? ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ കഞ്ഞിവെള്ളം വീണിട്ട് കാല് അരയ്ക്ക് കീപ്പോട്ട് ഒരുപാട് പൊള്ളിയായിരുന്നു. ഡ്രസ്സൊന്നും ഇടാൻ പാടില്ലാത്തത്. അപ്പോൾ ഇവിടെ അടുത്തൊരു പാരമ്പര്യ വൈദ്യനുണ്ട്. അപ്പോൾ ആ വൈദ്യൻ്റെ എണ്ണ ഇങ്ങനെ തോര ഇട്ടാണ് ആ മുറിവെല്ലാം ഉണങ്ങി പുള്ളിക്കാരി ക്ലിയറായി. അപ്പോൾ അപ്പോഴേ ഞാനും ഇങ്ങനെ എല്ലാവരും വീട്ടിൽ പറയും, ഇങ്ങനെ ഒരു എണ്ണ മേടിച്ചു വെച്ചോ, നമുക്ക് എന്തെങ്കിലും ചെറിയ പൊള്ളലാണെങ്കിലും അത് ആവശ്യം വരുമല്ലോ എന്ന്. അപ്പോൾ ഞാനും ഒരു ചെറിയ എണ്ണ ഇങ്ങനെ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ പാത്രത്തിലൊക്കെ തൊട്ട് പൊള്ളണതിനൊക്കെ ഞാനിത് യൂസ് ചെയ്യും. അപ്പോൾ അതിനെ വലിയ പൊള്ളലല്ലെന്നും അതൊന്നും കാര്യമാക്കില്ല, കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പൊള്ളിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ തൊടുമ്പോൾ പൊള്ളിയതാണെന്ന് വിചാരിക്കും. പക്ഷേ തിളച്ച എണ്ണ തന്നെയാണ് എൻ്റെ കയ്യിലേക്ക് വീണത്. അപ്പോൾ തന്നെ ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ കുറേ നേരം വെച്ച് വെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എണ്ണ തോരെ ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ നേരം ഞാൻ പുകച്ചിലെടുത്ത് തുള്ളി കളിച്ച് നടന്നു. 3 മണിക്കൂർ ശരിക്കും പുകഞ്ഞു. പക്ഷേ ദൈവാധീനം എന്നല്ലാതെ അതിന് വേറെ ഒന്നും പറയാനില്ല. ഒരെണ്ണം പോലും കൊമ്മളച്ചില്ല. ഞാൻ മിസ് ചെയ്ത 2-3 സ്ഥലത്ത് മാത്രം ചെറുതായിട്ടൊന്ന് കൊമ്മളച്ചു. ഒരെണ്ണം പോലും മുറിവ് മാതിരിയോ വേറെ ഒന്നും വന്നില്ല. ഞാൻ അതൊരു 3-4 ദിവസം ഈ എണ്ണ ഇങ്ങനെ തോര ഇട്ടുകൊണ്ടിരുന്ന കാരണം ഒന്നും അറിഞ്ഞില്ല. എല്ലാം കരിഞ്ഞ പോലെ ആയിപ്പോയി എന്നല്ല, ഒരു തൊലി പോലും പോയിട്ടില്ല. അപ്പം എൻ്റെ ഈ ഔഷധം എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവ്യ ഔഷധമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇതെല്ലാം കൊമ്മളച്ചേനെ, തൊലി പോയേനെ, അത് പൊട്ടിയേനെ, ഉറഞ്ഞേനെ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരുന്നേനെ. എനിക്കറിയാം ഇത് മാത്രമായിരുന്നു എൻ്റെ എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറയാൻ. അപ്പം ഞാനും എല്ലാവരോടും സജസ്റ്റ് ചെയ്യണം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമില്ല. ഞാനിത് മേടിച്ച് വെച്ചിട്ട് 2 വർഷമായി. ബംഗാളിലെ ഒരു പാരമ്പര്യ വൈദ്യ ഈ എണ്ണ മേടിച്ച് വെച്ചിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കാണ്. 2 വർഷമായി ഞാനിത് മേടിച്ച് വെച്ചിട്ട്. ഇത് ഞാനിങ്ങനെ തോര ഇട്ടുകൊണ്ടിരുന്ന കാരണമാണ് എനിക്കിത് ഒരെണ്ണം പോലും കൊമ്മളയ്ക്കാതെ എൻ്റെ ഈ ബേൺസ് എല്ലാം ഇതേമാതിരി ഉണങ്ങിയതുപോലെ ഇരിക്കണേ. ഇത് എവിടെയുള്ള ആളാ? ഇത് വെങ്ങോല ഒരു പാരമ്പര്യ വൈദ്യനാണ്. നമ്മളവിടെ പോയി മേടിക്കണം. കടയിലൊന്നും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാനിങ്ങനെ മേടിച്ച് വെച്ചത് ആരോ പറഞ്ഞിട്ട്. പക്ഷേ ഇതെനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു എന്നുള്ളതാണ്. അതിപ്പോഴും അവരുടെ വീട്ടിൽ കിട്ടുന്നുണ്ടാവും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ നമ്പർ തരാം. അദ്ദേഹത്തിൻ്റെ പേര് ഷാജു പോൾ എന്നാണ്. അപ്പോൾ ആ നമ്പർ ഞാൻ പറയാം, നിങ്ങൾ വിളിച്ചു നോക്കുക, അവിടെ അവൈലബിൾ ആയിരിക്കാം. എല്ലാ വീടുകളിലും അടുക്കളയിൽ ഇതൊരെണ്ണം സ്റ്റോർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ പറയും. ഇത് ഞാനതൊരു ദിവ്യൌഷധം ആയതുകൊണ്ടാണ് പറയണത്, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടല്ല. എന്നെ അതേമാതിരി ഇപ്രാവശ്യം എന്നെ രക്ഷിച്ച ഒരു എണ്ണയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയാം. 9496430352. ഒന്നും കൂടെ പറയാം, 9496430352. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക. അവിടെ കിട്ടുവാണെങ്കിൽ ഈ എണ്ണ നിങ്ങൾ വീടുകളിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. എല്ലാ വീടുകളിലും നമ്മുടെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചെറിയ പൊള്ളലുകൾ, ആരും പേസ്റ്റും ഒന്നും ദയവ് ചെയ്ത് തേക്കരുത്. ഈ എണ്ണ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എനിക്ക് കിട്ടിയ ഒരു അനുഭവം നിങ്ങളിൽ കൂടെ അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്ത് മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു കുക്കിംഗ് ഇത് തുടങ്ങിയിട്ട് കാര്യം 1 മാസമായി. പക്ഷെ ഇങ്ങനെ ഒരു പൊള്ളൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് ഈ ഒരു ഒറ്റമൂലി എണ്ണ മാത്രമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിൽ മേടിച്ച് വെക്കുക. ട്രൈ ചെയ്യണമെന്ന് നിങ്ങളാരും പൊള്ളണേന്നല്ല കേട്ടോ പറയണേ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്ക് ചെറിയ അബദ്ധങ്ങൾ വീടുകളിൽ പറ്റുന്നതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. ഓക്കെ.